ചായ വന്ന്. അല്ലാ പറയാൻ പറഞ്ഞു പഞ്ചസാര ഇടണ്ടെന്ന്. ഒരു മാസമായിട്ട് പഞ്ചസാര നിർത്തിയിരിക്ക. ഒരു മുൻകരുതല് വേണമെങ്കിൽ വേറെ എടുക്കാം. ഏയ് ഇടയ്ക്കൊക്കെ ആവാന്ന്. മഞ്ജു മോനും ഇനി ഇവിടെ തനിച്ച. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. ഉണ്ണി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഉണ്ണിയേട്ടാ പോയ പിന്നെ എന്നാ കാണുക? ലീവ് കിട്ടാൻ 2 ദിവസമില്ലാവൂലേ? പറ്റിയ ഞങ്ങളും വരാടാ അങ്ങോട്ട്. നീയില്ലാത്ത സിനിമ എന്തൊറ്റപ്പാലം. ഷാജിയുടെ വണ്ടി പുലർച്ചെ 3 മണിക്ക് വരും. ഞങ്ങള് വായനശാലയുടെ മുമ്പിൽ നിന്നാ പോരെ? ഓ മതി. ഈ പുസ്തകം കബീർ മാഷിന്റെ വായിച്ചു തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് മാഷിന്റെ കടയിൽ കൊടുത്തേ. ഇത് കണ്ണൂരിലെ രവി സാറ് വായിച്ചു വാങ്ങാൻ വേണ്ടി തന്ന സ്ക്രിപ്റ്റാ. വിവരം ഞാൻ ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച ആള് വരും, തിരിച്ചു കൊടുത്തേ. അപ്പോ മെഡ്രാസിലെ ചൂടത്ത് ഊട്ടിയിലെ തണുപ്പത്തൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെ ആയി അല്ലേ? പോയാലും പിന്നെ ലീവിന് വന്നിട്ടൊക്കെ നോക്കാമല്ലോ. അല്ലെങ്കിൽ സിനിമ അതൊക്കെ ഒരുപാട് അകലത്തിലുള്ളൊരു സ്വപ്നം. നമുക്കൊന്ന് എത്തിപ്പിടിക്കാനാവാത്തത്രക്കകലെ. അപ്പൊ പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? എന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം? ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊക്കെ സ്വപ്നം കാണുന്നതാ നമ്മുടെ കുഴപ്പം. എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഇതാ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടങ്ങ് പോവാൻ നിൽക്ക. ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ടാണ് ഇത്ര കാലം സിനിമ സിനിമ എന്ന് പറഞ്ഞ് നടന്നത്. സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചത്. നിങ്ങളുടെ വഴി സിനിമയല്ലേ, അത് കളഞ്ഞിട്ട് കണ്ടു വഴിക്ക് പോവാ. ഞാൻ കളിയാക്കിയതും ചീത്ത പറഞ്ഞതും ഒക്കെ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് കൂടുതൽ പരിശ്രമിക്കാൻ വേണ്ടിട്ടാ, അല്ലാതെ ഉണ്ണിയുടെ സിനിമ വിട്ടിട്ട് പോവാൻ വേണ്ടിട്ടല്ല. ഉണ്ണിയുടെ നടന്ന് പോരുത്. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം. എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാനുണ്ട് ഉണ്ണിയുടെ കൂടെ. എനിക്ക് വീടല്ല വേണ്ടത്, ആഭരണങ്ങളോ വസ്ത്രങ്ങളോ അല്ല. സിനിമ, ഉണ്ണിയേട്ടന്റെ സിനിമ. എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി ആ സിനിമ. കളിയാക്കണ്ടടി, അതാടി സുഹൃത്ത് ബന്ധം. രാവിലെ തന്നെ വെള്ളോടിയാ. പണ്ടൊരാട്ടിനെ കൈവിട്ട് പോയ കുഞ്ഞാടിനെ തിരിച്ചിട്ട് എന്താ ചെയ്യുന്നറിയാവോ? കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മുട്ട മട്ടൻ വെട്ടി മട്ടൻ ബിരിയാണി ചാപ്സും വെച്ച് സദ്യ നടത്തി. മുട്ടനൊന്നുമില്ലെങ്കിൽ ഒരു കട്ടറിങ് തട്ടിച്ചറേ. ഇപ്പോഴത്തെ എന്റെ ടെൻഷൻ അവളെ കുറിച്ച് ഓർത്തിട്ടാ. മഞ്ജു എന്നിലും അവൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പിന്നെ കണ്ണൻ, എന്റെ തോൽവി അവരെ കൂടി വേദനിപ്പിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. മുൻപത് ഞാൻ മാത്രം അനുഭവിച്ചാൽ മതിയായിരുന്നു. പരാജയപ്പെടാനുള്ള സ്വാതന്ത്ര്യം കൂടി നഷ്ടപ്പെട്ടതുപോലെ. വീട്ടിലൊരാള് വന്നിട്ടുണ്ട്. ആരാ മോനെ? ആരാന്നറിയില്ല. ഞാൻ പോരാ. കേക്ക് സാർ. അയ്യോ സാറെന്താ ഇവിടെ? ഒന്ന് വിളിച്ചത് ഞാനും കൊണ്ടൊന്ന് കാണുമായിരുന്നല്ലോ. അതിനെന്താണോ ഞാൻ തന്റെ വീട്ടിലേക്ക് വന്ന? താൻ ഡയറക്ടർ അല്ലേ? നമ്മള് പഴയ പ്രൊഡ്യൂസർ. ഞാൻ അതിന് ഡയറക്ടർ ആയിട്ടില്ല സാറേ. സാർ ഡയറക്ടർ ആവണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാറ് എടോ, തന്നെ ഒരു ഡയറക്ടർ ആക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. തനിക്കറിയാവല്ലോ, എൻ്റെ അച്ഛൻ മലയാള സിനിമയിലെ ആദ്യകാല നിർമ്മാതാക്കളിൽ ഒരാളാണ്. അച്ഛൻ്റെ കാലശേഷം വലിയ തെറ്റില്ലാതെ ഞാനത് ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി എൻ്റെ സിനിമകൾ ഓരോന്നായി പൊളിഞ്ഞു. അതെല്ലാം പേരുള്ള വലിയ ഡയറക്ടേഴ്സും സൂപ്പർ സ്റ്റാർ പടങ്ങളുമായിരുന്നു. എന്നാൽ പിന്നെ ഇനിയൊരു പുതിയ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നൊരു തോന്നൽ. ആ നിലയ്ക്ക് ആലോചിച്ചപ്പോൾ ആദ്യം
എൻ്റെ മനസ്സിൽ വന്നത് തൻ്റെ മുഖം. ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ പുതിയ തലമുറയിൽപ്പെട്ട ഏറ്റവും കാലിബറുള്ള, ഒന്ന് തള്ളിത്തന്നാൽ കയറി വരാൻ സാധ്യതയുള്ള ഒരാൾ താനാണെന്നാണ് എൻ്റെ റീഡിംഗ്. താനെന്താടോ പന്തം കണ്ട പെരിച്ചായ പോലെ നോക്കിയിരിക്കണം? അല്ല സാർ, എനിക്കിപ്പോഴും ആ സർപ്രൈസ് എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. എന്നെ തേടി ഒരു നിർമ്മാതാവ് വീട്ടിൽ വരിക, അതും സാറിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാള്, അതിൻ്റെ ഒരു നടുക്കവും സന്തോഷവും അത് വളരെ വലുതാ സാർ. താൻ സന്തോഷിക്കാൻ വരട്ടെ. നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം എനിക്ക് തൻ്റെ സബ്ജക്റ്റ് ഒന്ന് കേൾക്കണം. കഥയാണ് നായകനെന്ന് എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് തനിക്ക് പറയാനുള്ളതെന്ന് എനിക്ക് കേൾക്കണം. സ്ക്രിപ്റ്റ് നോക്കും, എന്നിട്ടേ ഫൈനൽ ഡിസിഷൻ ഉണ്ടാവൂ. ആ കാര്യത്തിൽ എൻ്റെ പൊന്നുണ്ണി ഞാനൊരു ബിസിനസ്സുകാരൻ തന്നെയാണ്. അതെ, കഥ കേൾക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാറേ, ഇവിടെ തന്നെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലേ? അകത്ത് ഇവിടെ തന്നെ പോരെ? ധൈര്യമായിട്ട് തുടങ്ങിക്കോ. കുറച്ച് മതി. തൽക്കാലം സിനിമ കിട്ടിയിരിക്കുന്ന പേര് സീൻ 1 നമ്മുടെ വീട് എന്നാണ്. ഒരു കൊല്ലനാണ് ഇതിലെ മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ മറ്റു കഥാപാത്രങ്ങളെ വരുന്നത് ഇയാളുടെ ഒരു പേരക്കുട്ടിയുണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കഥാപാത്രമാണ്. അവൻ്റെ പേര് പേര് അച്ഛാ മുനിയൻ. അതെ, മുനിയൻ. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. അച്ഛനെന്താ പറ്റിയത്? ഛെ.